ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നടിയുടെ വക്കീലായിട്ടുള്ള ടി.ബി. മിനി 2 ദിവസമായിട്ട് ഇങ്ങനെ ലേറ്റസ്റ്റായിട്ട് ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇൻ്റർവ്യൂസിൽ ദിലീപിനെ കുറിച്ചും അതുപോലെ തന്നെ ദിലീപിനെതിരെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കുറേയധികം തെളിവുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു ടി.ബി. മിനി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മാർട്ടിനും അതുപോലെ തന്നെ പൾസർ സുനിയെയും ഈ ഒരു ലാൽ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ലാലിൻ്റെ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് എങ്ങനെ ഡ്രൈവറായിട്ട് വന്നു, അതിൽ ദിലീപിന് എന്താണ് പങ്ക് എന്നുള്ളൊരു കാര്യം അഡ്വക്കേറ്റ് മിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, മറക്കാതെ ഹൈപ്പും ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ഒരു വീഡിയോ കുറേയധികം പേരിലേക്ക് എത്തത്തുള്ളൂ. എന്താണ് മിനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഓഡിയോ ഒന്ന് കേട്ട് നോക്ക്. വേറൊരു കാര്യം അറിയോ, ലാലിന്റെ സ്റ്റുഡിയോയിലെ ഓണർ ആരാന്ന് അറിയാമോ? അപ്പോയിന്റ് ചെയ്തല്ലേ ദിലീപും അല്ല ഈ പൾസർ സുനി മാർട്ടിനും. ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാരെന്നല്ലേ നിങ്ങൾക്ക് അറിയണത്. അതിലെ പങ്കാളി ആരാണെന്ന് അറിയാമോ? പാർട്ട്ണർ ദിലീപ്. മനസ്സിലായില്ലേ? ഇതായിരുന്നു അഡ്വക്കേറ്റ് മിനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാൽ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റുഡിയോയുടെ ഒരു പാർട്ട്ണർ കൂടിയാണ് ദിലീപ്. ദിലീപും കൂടെ പറഞ്ഞിട്ടായിരിക്കും ഇതേ കണക്ക് പൾസർ സുനിയെ അതുപോലെ തന്നെ മാർട്ടിനെയൊക്കെ അവിടെ ഡ്രൈവറായിട്ട് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ ഒരു അഡ്വക്കേറ്റ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ വേറെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ദിലീപ് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട, ഈ ഒരു കേസിൻ്റെ അടുത്ത് അപ്പീലുമായിട്ട് മേലായിട്ടുള്ള കോടതിയിലേക്കൊക്കെ പോവുകയാണ്. ഉറപ്പായിട്ടും തെറ്റ് ചെയ്തവർക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ കുറേയധികം പേര് നടൻ ലാലും മകൻ്റെയും പേരൊക്കെ ആവശ്യമില്ലാതെ വലിച്ചിഴയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഈ ഒരു അഡ്വക്കേറ്റ് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാർക്കിനി ശിക്ഷ കിട്ടാനുണ്ട്, അവർക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടുന്നതായിരിക്കും. അതിന് ഞാനും എൻ്റെ കൂടെ ഉള്ള എല്ലാവരും അതിന് പരമാവധി ശ്രമിക്കും എന്നുള്ളൊരു കാര്യമാണ് ഈ അഡ്വക്കേറ്റായിട്ടുള്ള ടി.ബി. മിനി പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാം. നിങ്ങളുടെ അഭിപ്രായവും അറിയാൻ ആഗ്രഹമുണ്ട്.